നമസ്കാരം. അഡ 24/7ലേക്ക് സ്വാഗതം. ഇപ്പോൾ നാഷണൽ ടീച്ചേഴ്സ് ഡേ വലിയ ദിനമാണ്. ഞാനടക്കമുള്ള അധ്യാപകർക്ക് വലിയ രീതിയിൽ ബഹുമാനം കിട്ടുന്ന ഒരു ദിവസമാണ് അധ്യാപക ദിനം. അധ്യാപകൻ എന്ന് പറയുന്ന ഒരാളെ എന്താവണം എന്നൊക്കെ പറയേണ്ടത് വലിയ വലിയ കാര്യങ്ങളാണ്. ചെറിയൊരു കാര്യം മാത്രം ഞാൻ പറയാം. അധ്യാപനം, പ്രഭാഷണം, പ്രസംഗം, ഇങ്ങനെ പല രീതിയിലാണ് മനുഷ്യർ ജനങ്ങളോട് സംവദിക്കുന്നത്. അപ്പോൾ ഇതിൽ അധ്യാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, താൻ പറയുന്നത് തൻ്റെ കുട്ടികൾക്ക് മനസ്സിലായി എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്വമാണ് അധ്യാപകൻ ആദ്യം ചെയ്യേണ്ടത്. കുന്നോളം പഠിപ്പിച്ചിട്ട് കാര്യമില്ല, കുരുവോളെങ്കിലും കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുട്ടികളെ മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ് അധ്യാപനത്തിന്റെ ലക്ഷ്യം. പ്രഭാഷണം, നമ്മളൊരു സെമിനാർ എടുക്കുന്ന രീതിയിലാണ് പ്രഭാഷണത്തിന്റെ രീതി പോകുന്നത്. അവിടെ താൻ പറയുന്ന വിഷയത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് മനുഷ്യർ സംസാരിക്കുന്നത്. ഞാൻ പറയുന്നു, കേൾക്കുന്നവർ മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കട്ടെ എന്നുള്ളൊരു തരത്തിലേക്ക് പോകുന്നുണ്ട്. അധ്യാപകർ കൂടുതലായി കുട്ടികളെ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് അധ്യാപക ദിനത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ കഴിവുകൾ, അവർ എത്രമാത്രം നമ്മൾ പറയുന്നത് ഉൾക്കൊള്ളുന്നുണ്ട്, നമ്മളെ എത്രമാത്രം അവർ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്കനുസരിച്ച് അധ്യാപകൻ സ്വയം ഷേപ്പ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഷേപ്പ് ചെയ്ത് പഠിപ്പിച്ചാൽ അധ്യാപനവും കുട്ടികൾക്ക് നമ്മുടെ ക്ലാസ്സുകളും വളരെയധികം ഇഷ്ടപ്പെടുകയും അവർ നമ്മുടെ ക്ലാസ്സിന് വേണ്ടി കാത്തിരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അധ്യാപകൻ ചെയ്യേണ്ടത്. കുട്ടികളെ ഫോക്കസ് ചെയ്യുക, കുട്ടികൾക്ക് വേണ്ടി പഠിപ്പിക്കുക. നമസ്കാരം.